കുഞ്ഞ് ജനിച്ചതിന് ശേഷം ദിവസേന നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടോ? ദിവസേന നിങ്ങൾക്ക് പിടിപിടിയായിട്ട് മുടി ഒരുപാട് കൊഴിയുക, നമ്മൾ ചീർപ്പ് കൊണ്ട് ചെയ്യുമ്പോഴും അതുപോലെ മുടി കഴുകുമ്പോഴൊക്കെ ഒരുപാട് മുടി പോകുന്നുണ്ടോ? പോസ്റ്റ്പാർട്ടം ടീലോജൻ എഫ്ലുവി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് നോർമൽ ആയിട്ട് ഒരിക്കലും കരുതരുത്. ഒരു 4 മാസം വരെ നമുക്ക് നോക്കാം. 4 to 6 മാസം വരെയും നമുക്ക് ഈ ഒരു ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് ഉണ്ടാവുന്നതാണ് നമുക്ക് നോർമലായിട്ട് കണക്കാക്കാം. പക്ഷെ അതിനുശേഷം 12 മാസത്തിന് ശേഷം ഇത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രസവത്തിന് ശേഷം മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ മുടി കൊഴിച്ചിലുണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടന്റ്, നമ്മൾ പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് ഫെറിറ്റിന്റെ അളവ് കുറയാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഇതുണ്ടാവും. മറ്റു പോഷകാഹാരത്തിന്റെ കുറവ് നമ്മൾ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കാരണം, വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കാരണം, അതുപോലെ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ്, അതുപോലെ വൈറ്റമിൻ സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണമൊക്കെ ഈ ഒരു മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളൊന്നാണ്. മാനസിക സമ്മർദ്ദം, സ്ട്രെസ് കാരണം, പ്രസവത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന ഉറക്കക്കുറവ്, നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തത് കാരണമൊക്കെ നമുക്ക് ഈ മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുലയെ കൂട്ടുന്നതിന് കാരണം നമുക്ക് പോഷകാഹാരത്തിന്റെ കുറേ കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ മുടി കൊഴിച്ചിലിനും ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മറ്റു പല കാരണങ്ങളിലൊന്നാണ്. ഇത് നമുക്ക് എത്ര മാസം വരെ നീണ്ടു നിൽക്കും, എത്ര മാസം നീണ്ടു നിൽക്കുന്നത് നോർമൽ ആണെന്നും അതിനുശേഷം ഈ മുടി കൊഴിച്ചിൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. ഈ പ്രസവശേഷം ഉണ്ടാവുന്ന ഈ മുടി കൊഴിച്ചിൽ പല സ്ത്രീകളും ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആശങ്കയാണ് ഇതിനെക്കുറിച്ച്. അവർ കഷണ്ടി ആവുമോ എന്നുള്ളവർ വരെ പേടിയായിട്ട് പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അനാജൻ ഫേസ് എന്ന് പറയും, നമ്മളെ വളർച്ചാഘട്ടം, മുടിയുടെ വളർച്ചാഘട്ടത്തിൽ നമ്മുടെ മുടി ഒരുപാട് കട്ടിയാവാനും കൂടുതലായിട്ട് വളരാനും സഹായിക്കും. പക്ഷേ പിന്നീട് ഇത് നമ്മളെ പ്രസവശേഷം ഈ ടീലോജൻ ഫേസിലേക്ക്, നമ്മളെ വിശ്രമഘട്ടത്തിലേക്ക് ഈ ഒരു മുടി പോകുന്നതിന് ശേഷമാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിന് നമ്മൾ പോസ്റ്റ്പാർട്ടം ടീലോജൻ എഫ്ലുവി എന്ന് പറയും. ഈ പ്രസവശേഷം ഒരു 2 to 4 മാസത്തോളം ഇത് ഭയങ്കര തീവ്രമായിട്ട് നമുക്ക് മുടി ഒരുപാട് കൊഴിയുന്നതായിട്ട് കാണും. ഇത് നമ്മൾ ഈ ഹോർമോണിലെ ഒരു വ്യതിയാനം കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് സാധാരണയായിട്ട് അത് ആ ഒരു സമയം കഴിയുമ്പോൾ 2 to 4 മാസം ഉണ്ടാവും. ചിലപ്പോൾ 6 മാസം വരെ ഒക്കെ ഈ ഒരു മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മളെ മുടി വളരാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇത് കൂടുതലായിട്ട് 6 to 12 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഒരു 12 മാസത്തിന് ശേഷം ഒരുപാട് നമുക്ക് ഈ മുടി വീണ്ടും കൊഴിയുന്നുണ്ട്, നമുക്ക് വട്ടത്തിലായിട്ട് കാണുന്നുണ്ട്, നമുക്ക് പോയ മുടീൻ്റെ ഭാഗം സ്മൂത്ത് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് നോർമലായിട്ട് ഒരിക്കലും കരുതരുത്. ഒരു 4 മാസം വരെ നമുക്ക് നോക്കാം. 4 to 6 മാസം വരെയും നമുക്ക് ഈ ഒരു ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് ഉണ്ടാവുന്നതാണ് നമുക്ക് നോർമലായിട്ട് കണക്കാക്കാം. പക്ഷെ അതിനുശേഷം 12 മാസത്തിന് ശേഷം ഇത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രസവത്തിന് ശേഷം മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ മുടി കൊഴിച്ചിലുണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടന്റ്, നമ്മൾ പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് ഫെറിറ്റിന്റെ അളവ് കുറയാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഇതുണ്ടാവും. മറ്റു പോഷകാഹാരത്തിന്റെ കുറവ് നമ്മൾ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കാരണം, വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കാരണം, അതുപോലെ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ്, അതുപോലെ വൈറ്റമിൻ സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണമൊക്കെ ഈ ഒരു മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളൊന്നാണ്. പിന്നീട് നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ മാനസിക സമ്മർദ്ദം, സ്ട്രെസ് കാരണം, അതുപോലെ ഒന്നാണ് നമുക്ക് ഈ ഒരു മുടി കൊഴിച്ചിൽ നമ്മളെ പ്രസവത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന ഉറക്കക്കുറവ്, നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തത് കാരണമൊക്കെ നമുക്ക് ഈ മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുലയെ കൂട്ടുന്നതിന് കാരണം നമുക്ക് പോഷകാഹാരത്തിന്റെ കുറേ കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ മുടി കൊഴിച്ചിലിനും ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാവുന്ന മറ്റു പല കാരണങ്ങളിലൊന്നാണ്. ഈ പ്രസവത്തിന് ശേഷം 12 മാസമായിട്ടും നിങ്ങൾക്ക് ഈ നീണ്ടു നിൽക്കുന്ന ഈ ഒരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെട്ടെന്ന് ശരീരഭാരം കൂടുക, അല്ലെങ്കിൽ നമുക്ക് ഭാരം കുറയുന്നത്, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അതുപോലെ പ്രസവത്തിന് ശേഷം ഉണ്ടാവുന്ന നമുക്ക് തൈറോയിഡൈറ്റിസ്, പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയും. ഇത് മൂലമൊക്കെ നമുക്ക് ഈ ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ചിലവർക്ക് നഖം പൊട്ടുന്നത്, അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് സഹിക്കാൻ പറ്റുക, അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാൻ കഴിയായിക, അതുപോലെ നമ്മളെ മാസമുറ കറക്റ്റായിട്ട് ആവാത്തത്, പീരീഡ്സ് കറക്റ്റ് ആവാതെ ആവുന്നതും,
അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ മുടി കൊഴിച്ചിലിന്റെ ബുദ്ധിമുട്ട് ഒരു പരിമിതി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ പൂർണ്ണമായിട്ട് ഇത് മാറ്റാവുന്നതും സാധിക്കുന്നതാണ്. ഈ അമിതമായ മുടി കൊഴിച്ചിൽ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നെങ്കിൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഒന്നാമതായിട്ട് CBC, അതുപോലെ സീറം ഫെറിറ്റിൻ, വൈറ്റമിൻ ഡി, നമ്മൾ തൈറോയ്ഡ് ലെവല്, അതുപോലെ സീറം ഫെറിറ്റിൻ, വൈറ്റമിൻ B12, വൈറ്റമിൻ ഡി, സിങ്ക് ഡെഫിഷ്യൻസി, അതുപോലെ ബ്ലഡ് ഷുഗർ ലെവല്, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഏതാണോ ഇതിൻ്റെ കുറവുള്ള കാരണം അത് നമുക്ക് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളാണ് നമ്മൾ പോഷകാഹാരത്തിലുള്ള നമുക്ക് പ്രോട്ടീൻ അടങ്ങിയതും നമുക്ക് അയേൺ കണ്ടന്റ് അടങ്ങിയതും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന വഴി നമുക്ക് ഈ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ഈ മുടി കൊഴിച്ചിലിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ നമ്മൾ പാല്, മുട്ട, തൈര്, അതുപോലെ നമ്മൾ അയേൺ കണ്ടന്റ് അടങ്ങിയുള്ള ചീര, ബീട്രൂട്ട്, മുരിങ്ങയില, ഇതുപോലെ നമ്മൾ ഉണക്കമുന്തിരി, ഇതൊക്കെ നമ്മൾ അയേൺ കണ്ടന്റ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ നമ്മൾ അയേൺ കണ്ടന്റ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. നാരങ്ങ, പേരയ്ക്ക, ഓറഞ്ച് പോലുള്ള കഴിക്കുന്ന വഴി നമുക്ക് ഈ അയേൺ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ കൂടുതലായിട്ട് സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റും എല്ലാം കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുടി കൊഴിച്ചിലിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു മുടി കൊഴിച്ചിലിന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ ഒരുപാട് നമ്മൾ ഓയിലി ഫുഡ്, അതുപോലെ ഷുഗർ കണ്ടൻസ്, കോള പോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ മുടി കൊഴിച്ചിലിന് ഒരു ട്രിഗറിങ് ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ ഹീറ്റ് സ്റ്റൈലിംഗ് ചെയ്യുന്നത്, നമ്മൾ അതുപോലെ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതും, അതുപോലെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ മുടിക്ക് യൂസ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ വീതിയുള്ള ചീർപ്പ് യൂസ് ചെയ്യാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വർഷത്തിന് ശേഷം, ഈ ഒരു പ്രസവത്തിന് ശേഷം നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അമിതമായിട്ട് മുടി കൊഴിയുന്നതും അവിടെ ഇവിടെയും നമുക്ക് ഇങ്ങനെ മുടി പോയിട്ട് അവിടെ ഒരു ബാൾഡ് പാച്ചസ് ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് കറക്റ്റായി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു 6 മാസം വരെ നമുക്ക് നോർമലായിട്ട് നമ്മളെ ഈസ്ട്രജൻ ഹോർമോൺ കാരണം നമുക്ക് കുറയുന്നതിന് കാരണമാണ് പ്രസവശേഷം മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന് മുന്നേ വരെ ഒരു 4 മാസം 6 മാസം വരെ ഉണ്ടാവുന്നത് നമുക്ക് നോർമലായിട്ട് ഉണ്ടാവണം. അത് കുറച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറും. സാധാ പോലെ നമുക്ക് മുടി വളരാനും സഹായിക്കുന്നതാണ്. പക്ഷെ അതിന് ശേഷം തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം. എന്താണ് അതിന്റെ കാരണം കണ്ടെത്തി ഒരു ഡോക്ടറെ സമീപിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.